പുതുമയിലൂടെ ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഒട്ടനവധി റെക്കോർഡുകളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സ്വന്തം പേരിൽ തിരുത്തിക്കുറിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിതയായ നിർമ്മല തുടർച്ചയായ 9ാം ബജറ്റ് അവതരണം എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ്. ഒരു ധനകാര്യമന്ത്രിയും കൈവരിക്കാത്ത നേട്ടം. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമനാണ് കൈവശം വെച്ചിരിക്കുന്നത്. 2019 മുതൽ 2025 വരെ തുടർച്ചയായി 8 ബജറ്റുകൾ അവതരിപ്പിച്ച ഇന്ത്യയിലെ ഏക ധനകാര്യമന്ത്രി കൂടിയാണ് നിർമ്മല സീതാരാമൻ. 2019 മുതൽ മോദി സർക്കാരിന്റെ ധനകാര്യ ചുമതല വഹിച്ചു വരുന്നതിനാലാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കാൻ സഹായകമായത്. ഡിജിറ്റൽ ബജറ്റ് മുതൽ ബ്രീഫ് കേസ് ഇല്ലാത്ത ബജറ്റ് വരെ എത്തി നിൽക്കുകയാണ് ഇന്ത്യയുടെ ബജറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഇതുവരെ ഉണ്ടായ ചില നിർണായക മാറ്റങ്ങളും എന്നാ പിന്നെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അല്ലേ? ആദ്യം തന്നെ ബജറ്റിന്റെ ദൈർഘ്യത്തെ കുറിച്ചാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയെന്ന റെക്കോർഡ് നിർമ്മല സീതാരാമന്റെ പേരിലാണ്. 2020 2 മണിക്കൂർ 42 മിനിറ്റ് നീണ്ട ബജറ്റ് പ്രസംഗം നടത്തിയതോടെ 2019 2 മണിക്കൂർ 17 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗം എന്ന സ്വന്തം റെക്കോർഡും അവർ മറികടന്നു. 1977 അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഹിരുഭായ് എം 800 വാക്കുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ചരിത്രത്തിലെ ഏറ്റവും ചുരുങ്ങിയ ഇടക്കാല ബജറ്റ് പ്രസംഗം നടത്തി. 91 മൻമോഹൻ സിംഗ് 18,650 വാക്കുകൾ അടങ്ങിയ ബജറ്റ് പ്രസംഗം നടത്തി. വാക്കുകളുടെ എണ്ണത്തിൽ ഇതാണ് ഇന്നും ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം. ഇതിനു പുറമെ 2018 അരുൺ ജെയ്റ്റ്ലിയുടെ ബജറ്റ് അവതരണം 18,604 വാക്കുകളുടെ എണ്ണത്തിൽ രണ്ടാമത്തെ ദൈർഘ്യമേറിയ ബജറ്റ് എന്ന നിലയിലും പ്രാധാന്യമർഹിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് നിർമ്മല സീതാരാമൻ തന്റെ കാലഘട്ടത്തിലെ ബജറ്റ് പ്രസംഗങ്ങളുടെ ദൈർഘ്യം ക്രമാതീതമായി കുറച്ചതായിട്ട് കാണാൻ കഴിയുന്നു. മുൻ വർഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബജറ്റ് അവതരണ സമയം അവർ തുടർച്ചയായി ചുരുക്കി കൂടുതൽ സംക്ഷിപ്തവും കാര്യക്ഷമവുമായ രീതിയിലേക്ക് ബജറ്റ് പ്രസംഗങ്ങളെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്തു എന്ന് തന്നെ പറയാം. 2019 പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ തന്റെ ആദ്യ ബജറ്റ് പ്രസംഗം നടത്തുന്നു. ഇടയ്ക്കിടെ ഹിന്ദി, തമിഴ്, ഉറുദു, സംസ്കൃതം എന്നിവയിൽ പ്രസംഗ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ പ്രസംഗം 2 മണിക്കൂർ 17 മിനിറ്റാണ് നീണ്ടുനിന്നത്. തൊട്ടടുത്ത വർഷം 2020 റെക്കോർഡുകളുടെ വർഷമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം എന്ന റെക്കോർഡ് 2 മണിക്കൂർ 42 മിനിറ്റ് നീണ്ടുനിന്നു. 2021 ബജറ്റ് പ്രസംഗം 1 മണിക്കൂർ 40 മിനിറ്റ്. ഇത് ഇന്ത്യയിലെ ആദ്യ പേപ്പർലെസ് ബജറ്റ് ആയിരുന്നു. 2022 നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗം 92 മിനിറ്റ്. 2023 നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം വെറും 87 മിനിറ്റിനുള്ളിൽ പൂർത്തിയാകുന്നു. 2024 ഇടക്കാല ബജറ്റ് പ്രസംഗം വെറും 56 മിനിറ്റ് മാത്രമാണ് നീണ്ടുനിന്നത്. നികുതിദായകർക്ക് ടാക്സ് ബൊണാൻസ പ്രഖ്യാപിച്ച 2025 ബജറ്റ് പ്രസംഗം വെറും 1 മണിക്കൂർ 17 മിനിറ്റ് മാത്രം. ഫെബ്രുവരി 2026 ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ മൊറാർജി ദേശായിയുടെ റെക്കോർഡിനോട് നിർമ്മല സീതാരാമൻ ഒരു പടി കൂടി അടുത്തെത്തും. മൊറാർജി ദേശായിയാണ് 10 ബജറ്റുകൾ അവതരിപ്പിച്ച റെക്കോർഡ് കൈവശം വെച്ചിരിക്കുന്നത്. എങ്കിലും അവ തുടർച്ചയായിരുന്നില്ല കേട്ടോ. 2026 ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മല സീതാരാമന്റെ 9ാമത്തെ ബജറ്റ് അവതരണമായിരിക്കും. 2020 ഡിജിറ്റൽ ബജറ്റ് അവതരണത്തിലേക്ക് മാറ്റം കൊണ്ടുവന്നതിന് നേതൃത്വം നൽകിയതും ഇതേ നിർമ്മല സീതാരാമൻ തന്നെയാണ്. പൂർണ്ണമായും പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ധനകാര്യമന്ത്രി. അതായത് നമ്മൾ മുൻപ് വരെ കണ്ടിട്ടുള്ള പരമ്പരാഗത രീതികൾക്ക് പകരം ടാബ്ലറ്റ് ഉപയോഗിച്ചാണ് അവർ ബജറ്റ് അവതരിപ്പിച്ചത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന പേപ്പർ അടിസ്ഥാനത്തിലുള്ള ബജറ്റ് അവതരണ രീതിയിൽ നിന്നുള്ള ഒരു നിർണായക മാറ്റമായിരുന്നു ഈ ഡിജിറ്റൽ സമീപനം. ബജറ്റ് എന്ന വാക്ക് ഉടലെടുത്ത ഫ്രഞ്ച് വാക്കായ ബൊഗെറ്റെ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എ സ്മോൾ ബാഗ് ഓർ ലെതർ പൗച്ച് എന്നാണ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ഒരു ബ്രീഫ് കേസും പിടിച്ചു വരുന്ന ധനകാര്യമന്ത്രിയാണ്. കോളനിയൽ കാലഘട്ടത്തിൽ നിന്നുള്ള ബജറ്റ് ബ്രീഫ് കേസ് കൊണ്ടുപോകുന്ന പതിവ് അവസാനിപ്പിച്ച് നിർമ്മല സീതാരാമൻ ഒരു സുപ്രധാന മാറ്റത്തിനാണ് തുടക്കം കുറിച്ചത്. ദേശീയ ചിഹ്നം അച്ചടിച്ച ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ബജറ്റ് ബാഹി കഥ എന്ന പൗച്ച് അവതരിപ്പിച്ചു. ഈ മാറ്റം ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട പതിപ്പുകളിൽ ഉണ്ടായ ഒരു സാംസ്കാരിക പരിവർത്തനമായിട്ടാണ്
വിലയിരുത്തപ്പെടുന്നത്. പരമ്പരാഗത രീതികളെ പൊളിച്ചെഴുതുന്ന, റെക്കോർഡ് നേട്ടങ്ങളും പുതുമയിലൂടെ ബജറ്റിൽ പുതുചരിത്രവും എഴുതുന്ന ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇത്തവണയും കൂടുതൽ സർപ്രൈസ് എലമെന്റുകൾ കരുതി വെക്കുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.